കർത്താവ് സഹായിക്കട്ടെ. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. രൂത്ത് ചാപ്റ്റർ 4:11. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. യെസ്. ആ, ഞങ്ങൾ സാക്ഷികൾ തന്നെ. ആ, യെസ്. നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ. അവരിരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. വലിയ ഒരു ഉത്തരവാദിത്തമാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗൃഹം പണിയുക. എത്രയോ പേർ പണിതു, എത്രയോ പേർ ഇടിച്ചു. പണിയാൻ വർഷങ്ങളെടുക്കും, ഇടിക്കാൻ നിമിഷങ്ങൾ മതി. എപ്പോഴും അത് ഓർത്തോണം. ഹസ്ബൻഡ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ബാൻഡ് ലീഡർ എന്നാണ്. ബാൻഡ് ലീഡർ, കൂട്ടിക്കെട്ടുന്നവനാണ്. വൈഫ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന വൺ വേവിങ്, നെയ്ത്തുകാരി എന്നാണ്. ഇഴയടുപ്പമുള്ള ബന്ധങ്ങൾ നെയ്തു കൂട്ടുന്നവളാണ്. അതേസമയം അമ്മ, ഭാര്യ, പെങ്ങൾ, ഇതെല്ലാം റോളുകളാണ് നിങ്ങൾക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, അത് അമ്മയുടെ സ്നേഹമാണ്. കർത്താവിൻ്റെ വചനം ചോദിച്ചു, പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കരുതൽ അത് അപ്പൻ്റെ കരുതലാണ്. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ലോകത്തിലെ ദൃഢമായ സ്നേഹം സഹോദര സ്നേഹമാണ്. സഹോദര സ്നേഹം. ലോകത്തിലെ ദൃഢമായ ബന്ധം ഭാര്യഭർത്തൃ ബന്ധമാണ്. ലോകത്തിലെ ഏറ്റവും ഉറപ്പുള്ള സ്ഥാപനം ഭവനമാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നതിന് നേരെ വിപരീതമാണ്. പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ബൈബിൾ ചോദിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ബസ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് പോകുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് പോകുന്നു. ഒരമ്മ പാലത്തിൽ നിന്നൊരു കെട്ടെറിയുന്ന കണ്ട് വള്ളക്കാരി എന്നപ്പോൾ ഒരു കുഞ്ഞിനെയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് മുനിസിപ്പാലിറ്റിയുടെ ചവറുകൂനെന്ന് ചവറിങ്ങനെ കുടഞ്ഞിടുമ്പം ഒരു പാവക്കുട്ടിയാണെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഒരു കുഞ്ഞ ഉറുമ്പരിച്ച് എലികൾ കടിച്ചു കൊന്നിട്ട് ഒരമ്മ ഇട്ടിട്ട് പോയതാണ്. ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ ബോൾ ഉരുണ്ടി വയലിൽ ചെന്ന് വീണു. അവിടെ ഒരു പാവ കിടക്കുന്നു തോന്നുക. കുഞ്ഞുങ്ങൾ ഓടിച്ചെന്നതാണ്, പൊക്കിയെടുത്ത് ഒരു കുഞ്ഞ അമ്മ ഇട്ടിട്ട് പോയതാണ്. ഉണ്ടോ? അങ്ങനത്തെ കാലമാണ്. അപ്പന്മാർ ചെയ്യുന്നൊന്നും പറയണ്ട. ദൃഢമായ ബന്ധം, സ്നേഹമാണ്, സഹോദര സ്നേഹം. പക്ഷെ 2 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞ സഹോദരന്മാരില്ലേ? അല്ലേ? സ്വന്തം സഹോദരൻ്റെ മോൻ്റെ കല്യാണത്തിന് പോകാത്തവരില്ലേ? പെന്തക്കോസ്തിലില്ലേ? ഈ സെമിനാർ വെക്കുമ്പോൾ നമ്മൾ കയ്യടിയും ബഹളവും മാത്രമേ ഇതൊക്കെ പഠിക്കാനൂടാ. ഏറ്റവും അധികം വേഗത്തിൽ തകരുന്ന ദൃഢമായ ബന്ധമായിരുന്നെങ്കിൽ തകരുന്ന ബന്ധമായി കുടുംബം മാറി. എന്തിനാണ് ഞാൻ പറയുന്നത്? ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കൈയൊന്ന് ഉയർത്തി ഇതിന് സ്തോത്രം പറഞ്ഞേ. ഞാൻ ഈ വാക്യങ്ങളിലേക്ക് വരാം. ഒരു കുടുംബം, നമുക്ക് സമയം ചുരുക്കമാണ്. ഞാൻ 2 ദിവസം നമ്മുടെ മറ്റേ ചർച്ചകോടിൽ ഫാമിലി സെമിനാർ എടുക്കുകയാണ്. അതെല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. ഇപ്പം നിങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും നിങ്ങൾ എന്നങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞതൊക്കെ ഒരു കുടുംബം എങ്ങനെയാകണം, എങ്ങനെയായിരിക്കരുത് എന്നതിൻ്റെ തെളിവാണ് ഇയ്യോബിൻ്റെ കുടുംബം. ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നൊരു തെളിവാണ് ഒന്ന്. ഇയ്യോബിന് എത്ര മക്കളായിരുന്നു? നിങ്ങൾ പറയണം, എത്ര മക്കളായിരുന്നു ഇയ്യോബിന്? 10. 7 ആൺപിള്ളാരും 3 പെൺപിള്ളാരും. അവർ 7 ആൺപിള്ളാരും 7 വീട്ടിൽ കൂടും.
ഓരോ ദിവസവും ഓരോ വീട്. അപ്പോൾ ആഴ്ച 7 ദിവസം 7 വീട്. എന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? സിസ്റ്റേഴ്സിനെ, പെങ്ങന്മാരെ ആൾ വിട്ട് വിളിപ്പിക്കും. നമ്മുടെ വഴമ കാറ് വിട്ട് പിടിപ്പിക്കും. ഒന്നിച്ചു കൂടി ഭക്ഷണമൊക്കെ കഴിക്കും. ഓ, അപ്പോൾ 7 ദിവസം കൊണ്ട് 7 വീട്. ആദ്യം തലമുറയെ മക്കളെ പഠിപ്പിക്കേണ്ടത് സഹോദര സ്നേഹമാണ്. ഒരു ചോക്ലേറ്റ് കിട്ടിയാൽ തന്നെ വിഴുങ്ങാനല്ല പഠിപ്പിക്കേണ്ടത്, ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിച്ചു വിടണം. മക്കളെ ദൃഢബന്ധം വേണം. എങ്ങനെയാകരും തെളിവുണ്ട്. സാത്താൻ അവർക്ക് നേരെ വന്നപ്പോൾ, പിശാച് അവർക്ക് നേരെ വന്നപ്പോൾ അവർക്ക് അതിനെ ഒന്നിച്ചെതിർക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദുഷ്ടപിശാച് നിങ്ങളെ തകർക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർക്കാൻ വരുമ്പോൾ ഒന്നിച്ച് നിന്നതിനെ എതിർക്കുക. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് വായെല്ലാം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക. കോട്ട കാക്കണം. ഈ ആദാമിനോട് ദൈവം പറഞ്ഞു, ഈ തോട്ടം സൂക്ഷിക്കണം, ഇതിൽ വേല ചെയ്യണം. അങ്ങനല്ലേ പാസ്റ്ററെ? സൂക്ഷിക്കണം, വേല ചെയ്യണം. സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? പുറത്തൊരുത്തൻ നിപ്പുണ്ട് അകത്ത് കയറാൻ. കല്യാണം കഴിഞ്ഞ് 48 വർഷമായിരിക്കും, 50 ആയിരിക്കും, ഓർത്തോണം പുറത്തൊരുത്തൻ നിൽക്കുക അകത്ത് കയറാൻ. 70കാരനും ഡൈവോഴ്സിന് പോവുക. പുറത്തൊരുത്തൻ നിപ്പുണ്ട് അകത്ത് കയറരുത്. നിന്റെ കുടുംബത്തെ തകർക്കാൻ പുറത്തൊരുവൻ നിപ്പുണ്ട്. ദോഷ്ടപിശാച് വരുന്നത് അറക്കുവാനാണ്, മുടിക്കുവാനാണ്, നശിപ്പിക്കുവാനാണ്. ഞാൻ കൂടെ പറയും, പിശാച് വരുന്ന ബന്ധിക്കുവാനാണെങ്കിൽ നമ്മുടെ കർത്താവ് വരുന്ന ബന്ധനത്തെ അറത്തുവിടുവാനാണ്. പിശാച് വരുന്നതിനെ ശപിക്കുവാനാണെങ്കിൽ കർത്താവ് വരുന്നത് ആ ശാപത്തെ അനുഗ്രഹമാക്കുവാനാണ്. പിശാച് വരുന്നത് നിൻ്റെ ജീവനെ കയ്യേറ്റം ചെയ്യുവാനാണെങ്കിൽ കർത്താവ് വരുന്നത് നിനക്ക് സമൃദ്ധിയായി ജീവൻ തരുവാനാണ്. അവിടെ ഒരു പദം നിങ്ങൾ നോക്കൂ, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പാമ്പ് വന്നപ്പോൾ, സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നപ്പം ആരവിടെ ഇല്ലായിരുന്നു? ആദാമില്ലായിരുന്നു. ആദാവിടെ പോയി? വില ചെയ്യാൻ പോയതായിരിക്കും. അപ്പോൾ അവിടെ ഒരു കാര്യം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നിടം ആര് കയറും? പിശാച് കയറും. നമ്മൾ പല ഏരിയയും ടച്ച് ചെയ്യാറില്ല ആരും. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് അവസരം ലഭിക്കേണ്ടതിന് പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർവിട്ടിരിക്കരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നിടം പിശാച് കയറും. ആഴ്ചകൾ മിണ്ടാതിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ഇല്ലേ? പിണങ്ങിയിരിക്കുന്നവരുണ്ട്. എന്നിട്ട് കർത്തൃമേശ എടുക്കും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, മിണ്ടതില്ല. ആരാദ്യം മിണ്ടുമെന്നാണ് ചിലർ പറയുന്നത്. പ്രശ്നമൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ ഒത്തിരി കല്യാണം നടന്ന നിങ്ങൾ കാണാറുണ്ട്. ഞാൻ പിള്ളേരോട് പറയും, മക്കളെ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ് കുടുംബത്തിൽ നീ ആരെങ്കിലും കല്യാണം കഴിക്കാത്തവരോട് ഇരിപ്പുണ്ടേ അവർ ഓർത്തോണം. വിവാഹ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ് ആരും വിവാഹം കഴിക്കാൻ ഇരിക്കരുത്. പ്രശ്നമുണ്ട്. ഭാര്യയുമായി വഴക്ക്, ഞങ്ങൾ പല കല്യാണം ചോദിക്കും, ഭാര്യയുമായി വഴക്ക് കൂടാത്ത ഭർത്താക്കന്മാരെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ ഈ വർഷത്തെ ഏറ്റവും നല്ല ഞൊണയാനുള്ള അവാർഡ് ആ പുള്ളിക്ക് കൊടുക്കണം. പണ്ട് കൊച്ചുയേശു ചോദിച്ചു, ഭാര്യയുമായി വഴക്കൂടാത്ത ഭാര്യയുമായി വഴക്കൂടാത്ത ഭർത്താവുമായി ആരെങ്കിലും മക്കളൊക്കെ മാറ്റിയിരുത്തിക്കോ, അടക്കിയിരുത്തണം, ആരും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കരുത്. ഭാര്യയുമായി വഴക്കൂടാത്ത ഇങ്ങോട്ട് നോക്ക് ഭർത്താക്കന്മാർ ആരെങ്കിലും ഉണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഒരുത്തൻ എഴുന്നേറ്റ് നിന്നു. കൊച്ചുമേശി ചോദിച്ചു, എത്ര നാളായിടാ കല്യാണം കഴിച്ചിട്ടെന്ന്. അപ്പം പറഞ്ഞു 2 ദിവസമായെന്ന്. അടികൂടാൻ തുടങ്ങിയില്ലല്ലോ. പ്രശ്നമുണ്ടാവും. പക്ഷേ ദൈവമക്കളെ ഇത് കേട്ടുകൊണ്ട് പോയാൽ പോരാ. സൂര്യനസ്തമിക്കും മുമ്പ് വഴക്കു പറഞ്ഞു തീർത്തോണം, പിണക്കം പറഞ്ഞു തീർത്തോണം. പിണക്കവുമായി വഴക്കുമായി ബെഡ്റൂമിൽ പോകരുത്.
എത്രയോ സൂര്യാസ്തമനങ്ങൾ കണ്ടു നമ്മുടെ പിണക്കങ്ങൾക്ക്. ഭർത്താക്കന്മാരും ഇത് കേൾക്കേണ്ടതാ. ഒരു ഭർത്താവും ഭാര്യയും വളരെ ഇഷ്ടമുള്ളവരായിരുന്നു, സ്നേഹമുള്ളവരായിരുന്നു. പക്ഷേ അവർ തമ്മിൽ ഒരു വഴക്കുണ്ടായി. ചെറിയ കാര്യമായിരുന്നു. സ്നേഹം കൂടുന്നതുകൊണ്ടും ഒരു പ്രശ്നം ഉണ്ടാകും. അവർ തമ്മിൽ വഴക്കുണ്ടായി, മിണ്ടാതായി. രണ്ടുപേരും തമ്മിൽ മിണ്ടത്തില്ല. ആരാദ്യം മിണ്ടുവന്നായി. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ മിണ്ടാതെ വന്നൊരു ഭാര്യയും ഭർത്താവിൻ്റെ ചരിത്രം. മിണ്ടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അവർ തമ്മിൽ ആശയവിനിമയം നടത്തണമല്ലോ, അതിന് എഴുതി വെക്കാൻ തുടങ്ങി. ഭർത്താവ് ഭാര്യയുടെ അടുക്കെ കൊണ്ട് എഴുതി വെച്ചു, നാളെ 5 മണിക്ക് എനിക്ക് അവിടത്ത് പോകണം, എന്നെ വിളിക്കണമെന്ന് എഴുതി വെച്ചു. കൃത്യം 5 മണിയായപ്പം പെണ്ണുമ്പിള്ള അവിടെ കൊണ്ടുവന്ന് എഴുതി വെച്ചു 5 മണിയായി എഴുന്നേറ്റ് പോകാൻ. ഞാൻ 7 മണിക്ക് എഴുന്നേറ്റപ്പം ചാടി എഴുന്നേറ്റു, സമയം പോന്നു. 5 മണിയായി എഴുന്നേറ്റ് പോകാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടില്ല. ആരാദ്യം? ഭാര്യ പറഞ്ഞു അച്ചായൻ മിണ്ടട്ടെ, ഭർത്താവ് പറഞ്ഞു അവൾ മിണ്ടട്ടെ. എന്താ സംഭവിച്ചെന്നറിയാമോ? 4-5 ദിവസം പോയി വാശി. ഒരു ദിവസം രാവിലെ ഭർത്താവ് ഓഫീസിൽ പോയി. ടിഫിനൊക്കെ എടുത്ത് വെച്ചു, ഒക്കെ എടുത്തുകൊണ്ട് പോയി. അവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ ചങ്കന് വേദന വന്നു. തല കുഴയുന്ന പോലെ തോന്നി. ആളുകൾ പൊക്കിയെടുത്ത് ഒരു വണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു വണ്ടി ഭാര്യയെ വിളിക്കാൻ പോയി. അച്ചായനും വയ്യ, അപ്പുറത്തേന് ആദ്യമായി. സ്നേഹമില്ലാഞ്ഞിട്ടല്ല മിണ്ടാതിരുന്നേ. അച്ഛൻ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യമായി വണ്ടിയെ കയറി അങ്ങി എന്നപ്പോൾ ആള് പോയി. നീ മിണ്ടില്ലേ? ഇനി മിണ്ടാനൊക്കോ? അടുത്ത നിമിഷം നമുക്കുള്ളതല്ല, അടുത്ത സെക്കൻഡ് നമുക്കുള്ളതല്ലെന്നേ. സ്തോത്രം. ഞാൻ ഇന്നലെ എവിടെയോ പ്രസംഗിച്ചും പറഞ്ഞു, ഈ ദൂത് പരിശുദ്ധാത്മ തരുന്ന സെമിനാറാണേലും അല്ലേ, 2 കാലേ നിൽക്കുമ്പോഴേ ഉള്ളൂ സകല അധികാരവും. ആണുങ്ങൾ ഓർത്തോണം അല്ലേ. ഈ മോനച്ചൻ ഈ 2 കാലേ നിൽക്കുമ്പോഴുള്ളൂ സെൻട്രൽ പാസ്റ്റർ. താഴോട്ട് വീണു പോയാൽ പോയി, എല്ലാ അധികാരവും പോയി. എൻ്റെ കയ്യിലെ മൊബൈൽ മറ്റൊരാൾ എടുക്കും അല്ലേ പാസ്റ്റർ? നോ കോണ്ടാക്ട്. ഡോക്ടർമാർ സമ്മതിക്കില്ല. ബൈസാൻഡർ ഉണ്ടോ എന്നവർ ചോദിക്കും. പിന്നെ നിന്നെ തീരുമാനം വേറൊരാളാ. അത് ഏറ്റവും അടുത്ത ഭാര്യമാരാ. അതുകൊണ്ട് ഒന്നും കണ്ടൊന്നും അഹങ്കരിക്കരുത്. ഈ 2 കാലേ നിൽക്കുമ്പോഴേ ഉള്ളൂ എല്ലാ പോസ്റ്റും. അത് കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ട് ദൈവമക്കളെ ക്ഷമിക്കണം. സഭാജീവിതത്തിലും അത് തന്നെ. പൊറുക്കണം, മറക്കണം ഒക്കെ കൂടെ ഞങ്ങളെ കൊണ്ട് പരിശുദ്ധ ഓർപ്പിക്കുക. വെച്ചുകൊണ്ടിരിക്കരുതൊന്നും. എത്രയോ ഫ്യൂണറൽ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണത് ക്ഷമ. കുടുംബജീവിതം ക്ഷമയുടെ പാഠശാലയാണ്. സോറി, ഫോർഗീവ് മീ, ഐ ലവ് യു. ഇത് കൂടെ ആവർത്തിക്കണം. ഭർത്താവും പറയണം, ഭാര്യയും പറയണം സോറി. ഞാൻ ഭാര്യ, എനിക്ക് സോറിയൊന്നും ഇങ്ങേരോട് തിരിച്ചു. അതുപോലെ ഞാൻ ഭർത്താവ്, എന്തിനാ ഞാൻ അവളോട് സോറി പറയുന്നോ? ഫോർഗീവ് മീ. തെറ്റിപ്പോയി പറയണം. അതുപോലെ ഐ ലവ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച കാലഘട്ടത്തിൽ എന്നും കുറ്റം പറച്ചില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം പറഞ്ഞു, ഇനി നമുക്ക് കുറ്റമൊന്നും പറയേണ്ട, ഒരു കാര്യം ചെയ്യും, നീ ഒരു ബുക്ക് വാങ്ങുക, ഞാനും ഒരു ബുക്ക് വാങ്ങുക, 2 പേരും എഴുതി വെക്കുക കുറ്റങ്ങളല്ല. എന്നിട്ട് മാസത്തിൻ്റെ അവസാനം അല്ലെ വർഷത്തിൻ്റെ അവസാനം, അതല്ലേ നല്ല, എന്നൊന്നും ഇത് പറയണ്ടല്ലോ, ഒരു ബുക്ക് നിങ്ങളന്ന് പരീക്ഷിച്ച് കേട്ടോ. ആ ബുക്ക് വാങ്ങി എഴുതി, 2 പേരുടെ ഡയറി എഴുതി. ഞാൻ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഇരിക്കുമൊന്നുമല്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറയുന്നത് കേട്ടോ. അപ്പോൾ എഴുതി കുനു നമുക്ക് ഡയറി കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡയറിയും കൊണ്ടുവന്നു. ഭാര്യയുടെ ഡയറിയിൽ അകത്തും പുറത്തും എല്ലാം എഴുത്താ കുന്നു എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അച്ഛൻ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അങ്ങോട്ട് നോക്കി. ഞാൻ രാവിലെ 3 ദോശ ഉണ്ടാക്കി 4 എണ്ണം കഴിക്കുന്ന ആൾ 2 കഴിച്ചുള്ളൂ. നമ്മുടെ കൊച്ചു സങ്കടങ്ങളാണ്.
അങ്ങനെ മൊത്തം പരാതി എഴുതി 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 വെച്ചേക്കുക. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പം സഹോദരി എന്നാൽ നിങ്ങളുടെ കൊണ്ടുപോവാ. അയാളുടെ ഡയറി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് 1-ാം പേജ് തുറന്നു, ഇതുപോലെ ഇരിക്കുന്നു ബ്ലാങ്ക്. 2-ാം പേജ് തുറന്നു, 3-ാം പേജ് തുറന്നു, ഒന്നിലും എഴുത്തില്ല. അവസാന പേജിലൊരു എഴുത്ത്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കും, സ്നേഹമെല്ലാം പൊറുക്കും. ഒരാൾക്ക് മാത്രമല്ല, സ്നേഹം അകൃത്യം കണക്കിടുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. നമുക്കുള്ള ഒറിജിനൽ സ്നേഹം അല്ലെന്നേ. ഒറിജിനൽ സ്നേഹമുണ്ട്, നമുക്ക് ക്ഷമിക്കാൻ കഴിയും, നമുക്ക് മറക്കാൻ കഴിയും, നമുക്ക് പൊറുക്കാൻ കഴിയും. കർത്താവിനോട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹത്താൽ നിറയ്ക്കണം. കൈയൊന്ന് ഉയർത്തി വായം തുറന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. ഞാനീ പറഞ്ഞൊക്കെ ഇൻട്രഡക്ഷനാണ്. ഞാൻ മറ്റൊരു കാര്യമാണ് നിങ്ങളെ പങ്കുവെക്കാൻ വന്നത്, അതിലേക്ക് കിടക്കാം. വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന ഒരാളുണ്ട്. ആരാണ്? ഇസഹാക്ക്. കാരണം ഇസഹാക്ക് യേശുക്രിസ്തുവിന് നിഴലായി നിൽക്കാൻ കാരണം ഇസഹാക്ക് ഏകഭാര്യാവൃതസ്ഥനായിരുന്നു, മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു. ഇസഹാക്കിനു വേണ്ടി അപ്പൻ എലയാസറിനെ കൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച്, അതിൻ്റെ ഒരധ്യായം, ഒരു വലിയ പ്രസംഗമാണ് അത്. ആ കല്യാണം 24-ാം അധ്യായം ആലോചിച്ചുറപ്പിച്ച കല്യാണമാണ് ഇസഹാക്ക് നടത്തിയത്. ഇസഹാക്ക് തന്നെ തെപ്പി നടന്നില്ല, കണ്ടെത്തിയില്ല, കറങ്ങി നടന്നില്ല. ഇസഹാക്ക് സ്വസ്ഥമായിരുന്നു, പ്രാർത്ഥിച്ചു അല്ലേ? പെണ്ണ് കാണാൻ പോയപ്പം ഒന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പം ഈയിടെ ഒരു കൊച്ചൻ പറഞ്ഞു, ഇമെയിലിലൂടെ എനിക്കൊരു ഇമെയിലിനെ കിട്ടിയെന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായമാകുമ്പോൾ, ഞാൻ ഈ ലൈവ് വേണമെന്ന് ചോദിച്ചു, അതുകൊണ്ട് കുറേ കാര്യം കട്ട് ചെയ്തായി പറയുന്നത്. അബ്രഹാം മകന് പ്രായമായപ്പോൾ എലയാസറിനെ വിട്ടു കല്യാണം ആലോചിക്കുക. അമ്മമാരോട് ഞാൻ പറയട്ടെ, മക്കൾക്ക് പ്രായമാകുമ്പോഴേ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചോണം, കല്യാണം ആലോചിച്ചോണം. അവർ തന്നെ തിരഞ്ഞെടുക്കേണ്ട വരുത്തരുത്. ഇസഹാക്കിന് കല്യാണം ആലോചിച്ചപ്പോൾ എലയാസർ വീട്ടിൽ നിന്ന് ഇറങ്ങി 24-ാം തീയതി വീട്ടിൽ പോയി വെച്ചാൽ അതിന് സമയമില്ല. അപ്പോൾ ഇപ്പം അബ്രഹാം വെച്ച ഒരു വ്യവസ്ഥ, ചുറ്റും പാർക്കുന്ന കനാന്യ കന്യകമാരിൽ നിന്ന് കാര്യം എടുക്കരുത്, എൻ്റെ ദേശത്തോട്ട് പോകണം എന്ന് പറഞ്ഞ എന്നെ എലയാസ് ചോദിച്ചു, പെണ്ണ് ഇങ്ങോട്ട് വന്നില്ല, എന്ത് ചെയ്യണം? പറയുന്നേ എന്നെ 2 തവണ. ഉടനെ അബ്രഹാം പറഞ്ഞു, കൊച്ചിങ്ങോട്ട് വന്നില്ല കുഴപ്പമില്ല, എൻ്റെ മോനെ അങ്ങോട്ട് കൊണ്ടുപോരുത്. ഇത് തീരുമാനമായിരിക്കണം. എന്താണെന്നറിയാമോ? എൻ്റെ മോൻ പെണ്ണ് കെട്ടിയില്ലേലും രക്ഷിക്കപ്പെടാത്തത് വീട്ടിൽ വരരുത്. എൻ്റെ മോളെ കെട്ടിച്ചില്ലേലും ഗുണപ്പെടാത്തവൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞ് ചെല്ലരുത്. മാനസാന്തരപ്പെടാത്തവനെ എൻ്റെ വീട്ടിൽ വരരുത്. ദൈവഭയമില്ലാത്തത്, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തത് വീട്ടിൽ വരരുത്. ഉടനെ ഞാനത് വിട്ടുകളഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. 2-ാം തവണ ചോദിച്ചു, കൊച്ചു വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? എലയാസറിന് മറുപടി നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 7-ാം വാക്ക് 24. എന്നെ എൻ്റെ പിതൃഭവനത്തിൽ കൊണ്ടുവന്നവനും ഇതുവരെ എന്നെ സഹായിച്ചവനും നടത്തിയവനും നിനക്ക് മുമ്പേ തൻ്റെ ദൂതനെ അയച്ച് എനിക്ക് വേണ്ടി എൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യ എടുക്കുവാൻ ദൂതനെ അയക്കും. ഓ ഷമറഖന. അബ്രഹാം പറഞ്ഞ്, എന്നെ ഇതുവരെ നടത്തിയവൻ എൻ്റെ തലമുറയെ കൈവിടില്ല, ഇതുവരെ എന്നെ കൊണ്ടുവന്നവൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും. കൈകളടിച്ച് വാതുറന്ന് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, കുഞ്ഞെ ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ പറ, സഹോദരി, എന്നെ നടത്തിയ ദൈവം എൻ്റെ തലമുറയെ നടത്തും. എന്നെ ഇതുവരെ കൊണ്ടുവന്നവൻ എൻ്റെ തലമുറയെ കൈവിടില്ല, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതും. ഇത് വിശ്വാസമായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. എന്നെ ഇതുവരെ നടത്തിയവൻ എൻ്റെ തലമുറയെ കൈവിടില്ല. പിന്നെ ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം പറയാൻ എലയാസർ പോയി പെൺകൊച്ചിനെ കണ്ട് റെഡിയാക്കി ഇവരൊന്നിച്ച് വരികയാണ്. ആ അവസരത്തിൽ 24-ാം അധ്യായം എടുത്ത് 24-ാം അധ്യായം 63-ാം വാക്യം വായിക്കുക. പെട്ടെന്ന് വായിച്ചു. 24 വേഴ്സ്. വൈകുന്നേരത്ത് അതാ കണ്ടോ, ഈ അപ്പൻ എലയാസറിനെ
പെണ്ണ് കാണിയും വിട്ടപ്പം ഇസഹാക്ക് എന്തോ ചെയ്യായിരുന്നു? ധ്യാനിപ്പോൻ. ഞാനിത് വായിച്ച് കരയാറുണ്ട്. എലയാസർ അവന് വേണ്ടി വധുവിനെ തപ്പിപ്പോയപ്പോൾ ഇസഹാക്ക് നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന മാതാക്കളോട് ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, പ്രിയ സഹോദരി, പ്രാർത്ഥിക്കുന്നവനെ, ദൈവത്തിൽ ധ്യാനിക്കുന്നവനെ, കരയുന്നവനെ നിന്റെ ഭർത്താവായി തുണയായി കിട്ടിയാൽ നീ ഭാഗ്യവതിയാ. പ്രാർത്ഥിക്കുന്നവനെ, പ്രിയപിതാവേ മാതാവേ, പ്രാർത്ഥിക്കുന്നവനെ, കരയുന്നവനെ, ദൈവനം ധ്യാനിക്കുന്നവനെ നിന്റെ മോൾക്ക് ഭർത്താവാ കിട്ടിയാൽ നീ ഭാഗ്യവതിയാ. പ്രിയപിതാവേ മാതാവേ, പ്രാർത്ഥിക്കുന്നൊരു കുഞ്ഞ് നിനക്കുണ്ടോ? കരയുന്നൊരു കുഞ്ഞ് നിനക്കുണ്ടോ? ദൈവവചനം വായിക്കുന്നൊരു കുഞ്ഞ് നിനക്കുണ്ടോ? നീ ഭാഗ്യവതിയാ. എന്നെല്ലാവരും ഒന്ന് കൈയടിച്ച ശക്തിയോട് ദൈവത്തെ ഒന്ന് എൻ്റെ കുഞ്ഞ് അങ്ങനെ ആകണമെന്ന് ദൈവസന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഭാഗ്യവതിയാ. ഡോക്ടർ ഹെൻറി എന്ന സഹോദരി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സാറയുടെ മക്കളെന്നാണ് തോന്നുന്നു. അതിൽ അവർ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നിങ്ങൾ അഭിമാനം കൊള്ളണം. എപ്പോഴെന്നറിയാമോ? അയാൾ ദുരാദായം വെറുക്കുമ്പോൾ, അയാൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ബഹുമാനിക്കുമ്പോൾ, അയാൾ പ്രാർത്ഥിക്കുമ്പോൾ, അയാൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുമ്പോൾ, അയാൾ നീതിമാനായി നിഷ്കളങ്കനായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് അഭിമാനം കൊള്ളണം. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം, നമുക്ക് നേരമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിക്കുക. അടുത്ത വാക്യം വായിച്ച് എന്നിട്ട് എന്താ ചെയ്തേ? ആ ആ ആ ആ ആ ആ മതി. മൂടോടെ എടുത്ത് തന്നെ മൂടി. ഒന്നുകൂടെ കൈ ഉയർത്തി എന്ന് സ്തോത്രം പറഞ്ഞു. അപ്പം ദൂരെ നിന്ന് കണ്ടിട്ട് ഇസഹാക്ക് അങ്ങനെ വെളിമ്പ്രദേശത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ റിബേക്കയ്ക്ക് ആളെയൊന്നും മനസ്സിലായില്ല, തൻ്റെ ഭർത്താവാകാൻ പോകുന്നവനാണെന്ന് മനസ്സിലായൊന്നുമില്ല. പക്ഷെ ഒരു പുരുഷനാണെന്ന് മനസ്സിലായപ്പോൾ അവരെന്നാ ചെയ്തത്? ഇസഹാക്കിനെ കണ്ടപ്പം അവൻ ഒട്ടോപ്പുറത്തോട് ചാടിക്കയറിയെന്നാണ് എന്ന് പറയണ മതിമാരെ. ഓട്ടോപ്പുറത്തുനിന്ന് ഇറങ്ങി ഒരു മൂടുപടം എടുത്ത് മൂടി ഉള്ള തുണിയും കൂടെ വലിച്ച് കളഞ്ഞെന്നാണ്. എക്സ്പോസ് ചെയ്തെന്നല്ല, കവറിങ് ചെയ്തു. ഒരു പുരുഷനെ കണ്ടപ്പോൾ ഒട്ടോപ്പുറം താണു ഇറങ്ങി. താഴ്മയും വിനയവും സൗമ്യതയും നിന്റെ കുഞ്ഞുങ്ങളെ നീ പഠിപ്പിച്ചു വിടണം. നരച്ച തലയെ ബഹുമാനിക്കാൻ. ഒരു ദൈവദാസൻ വീട്ടിൽ കയറി വന്നാൽ കാലുമ്പയിൽ കാലും കയറ്റി ഇരിക്കാനല്ല, എഴുന്നേക്കാൻ. ഒക്കെ തലമുറയെ പഠിപ്പിക്കേണ്ട നമ്മുടെ ചുമതലയാ. എക്സ്പോസ് ചെയ്യുന്നല്ല, മൂടുപടമിട്ട് മൂടി നാണം കേടാ ചിലത് കാണുന്നത്. ഇപ്പോൾ എന്തുവാ സേവ്ഡ് ഡേറ്റ്, കല്യാണം അങ്ങോട്ടാ കുറച്ച് കഴിയുമ്പോഴേ ഇതുള്ള ഇതുകൂടെ എല്ലാം വിട്ടു ഇതുപോലെ അങ്ങ് വിടുക. നിൻ്റെ തലമുറയെ കൊണ്ട് സേവ് ഡേറ്റ് നീ ജയിപ്പിച്ചേക്കരുത്. എന്തോ ഇത്. അമേരിക്കയിലൊക്കെ പോയപ്പോൾ ഞാൻ പ്രസംഗിച്ചു, മക്കളെ നിൻ്റെ കല്യാണം നടത്തുന്ന നിൻ്റെ അപ്പൻ നീ കൊണ്ടു നിർത്തുമ്പം മനസ്സില്ലാ മനസ്സോടാകരുത്. അയാൾക്ക് നിർവാഹമില്ല, എന്ത് ചെയ്യാനാ? ഉള്ള ശരീരപ്രദർശനമാണ്. നഗ്നത പ്രദർശിപ്പിക്കാനല്ല വസ്ത്രം ധരിക്കേണ്ടത്, നഗ്നത മറയ്ക്കാനാ. അത് തലമുറയെ പഠിപ്പിക്കണമെന്നേ. ഞാൻ പറഞ്ഞ അവിടെയൊക്കെ ഇത് പോവല്ലേ. ഒരു ദൈവദാസൻ കണ്ണടച്ച് നിർത്തി നിൻ്റെ കല്യാണം നടത്താൻ ഇടവരുത്തരുത്. മൂടുപടം കൊണ്ട് മൂടി. ഇതൊക്കെ ബഹുമാനവും ആദരവും ഫെമിനിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടില്ല. വീട്ടിൽ പഠിപ്പിക്കണം. ഒരു കുഞ്ഞ്, ഒരു മോളെ എത്രയോ കല്യാണം ഞാൻ നടന്നത്. ഒരു പെങ്കൊച്ച് നന്നാണോ എന്നറിയാൻ അമ്മ ആരാന്നറിഞ്ഞാൽ മതി. അമ്മയുടെ സ്വഭാവം നോക്കിയാൽ മതി കെട്ടുമ്പോൾ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. തീത്തോസ് 2:4. പെട്ടെന്ന് തീത്തോസ് 2:4 ആണോ? ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന്
ആ കണ്ട, ശീലിപ്പിക്കണമെന്നാ. ഇത് മൂപ്പത്തികളോട് പറയുക, അല്ലെ എൽഡേഴ്സിനോട് പറയുക, പ്രായമായവരോട് പറയുക. സഭയിലെ പ്രായമായവർ, വീട്ടിലെ പ്രായമായവർ, അവരുടെ ഉത്തരവാദിത്വം എന്താ? ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ, ഒന്നുകൂടെ വായിച്ചേ. ആരാ വായിച്ചേ? ആ കണ്ടോ, ഭർത്തൃപ്രിയമാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും, കണ്ടോ, വീട്ടുകാര്യം നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിപ്പം ശീലിപ്പിക്കണം. എന്താ ഈ ഡൈവേഴ്സ് വരുന്നേ? നമ്മൾ ശീലിപ്പിക്കണം ചിലത്. ഈ കല്യാണം എന്നൊക്കെ നടത്തും പിള്ളേരോട് ചോദിക്കും വല്ലതും ഉണ്ടാക്കാനൊക്കെ അറിയാവോ എന്ന്. ഇപ്പം യൂട്യൂബ് ഉണ്ടല്ലോ അല്ലേ. ചിലരുടെ വലിയ അഭിമാനം, എൻ്റെ കുഞ്ഞിന് ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയില്ല. നമുക്ക് ചിലതൊക്കെ പറയുമ്പോൾ വലിയ നീട്ടല. സ്തോത്രം. ശീലിപ്പിക്കണം, നമ്മൾ ശീലിപ്പിക്കണം. ഒരു കുഞ്ഞിനെ ശീലിപ്പിക്കണം ചിലത്. നമ്മൾ ഈ വേദപുസ്തക വ്യവസ്ഥയെ പണിയപ്പെടുന്നവരാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമായിരുന്നു ആരുടെ? ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും. എന്നാൽ ആ വീട്ടിൽ താളപ്പിഴകളുണ്ടായി. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ഭൂമിയിലെ ആദ്യത്തെ ഇറങ്ങിപ്പോക്ക് ആ വീട്ടിലാണ്. ഒളിച്ചോട്ടം. ചേട്ടനും അനിയനും തമ്മിൽ തല്ലായി. അതായത് സംഭവിക്കാൻ പാടില്ലാത്തത് അവിടെ സംഭവിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ കുടുംബം പിശാച് നോട്ടമിട്ടിരിക്കുക. സംഭവിക്കാൻ പാടില്ലാത്തത് പിശാച് സംഭവിപ്പിക്കാൻ നോക്കും. ഇത് പ്രവചനമാ. നീ കോട്ട കാത്തുകൊള്ളണം. ദുഷ്ടന് നിനക്കുള്ളതിൽ അവകാശമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ പറയണം. നിന്റെ കോമ്പൗണ്ടിൽ അവന് കാലുകുത്താൻ കഴിയില്ലെന്ന് പറയണം. കൈയടിച്ച് ശക്തിയോടെ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ വീട്ടിൽ ദുഷ്ടപിശാചേ നിനക്ക് സ്ഥാനമില്ല, എൻ്റെ കുഞ്ഞുങ്ങളിൽ നിനക്ക് സ്ഥാനമില്ല, എൻ്റെ തലമുറയുടെ മേൽ നിനക്ക് സ്ഥാനമില്ല. ഹല്ലേലൂയ. തുടർന്നുള്ള വേഗത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പം ഈ ഭക്തന്മാരുടെ വീഴ്ച ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാഴ്ച മാത്രമല്ല, വീഴ്ച എഴുതിയിട്ടുണ്ട്. എന്തിനാണ് എഴുതിയെന്ന് ചോദിച്ചാൽ, ദൈവം മുഖപക്ഷമില്ലാത്തവനെന്നുള്ള തെളിവാണ്. രണ്ട്, പരിശുദ്ധാത്മാവ് എഴുതിയെന്നതിൻ്റെ തെളിവാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാന കാര്യം, അവർക്ക് പറ്റിയത് നമുക്ക് പറ്റരുത്. ഈ സെമിനാറിൽ ഞാൻ ഈ വിഷയം എടുക്കുന്നത്, ഭക്തന്മാരുടെ വീട്ടിൽ പലതും പറ്റിയ അബദ്ധം നിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും പറ്റരുത്. 25-ന്റെ വാക്യം വായിച്ചു. ഞാൻ പറയുന്നത് രഹസ്യമായി ഒന്ന് നോട്ട് ചെയ്തോണം. നിങ്ങൾ ഇനി മുതൽ ഒന്ന് എഴുതിയെടുത്തോണം. 25-20 മുതലുള്ള വാക്യം വായിക്കാം. ജനസിസ് ചാപ്റ്റർ 25:20. യെസ്. ആ ആ ആ ആ ഒന്ന് എഴുതിക്കോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. കുറിച്ചിട്ടോ അറിയാമെങ്കിലും പ്രാർത്ഥിച്ച് നന്മകൾ നേടണം. ഭാര്യ പ്രസവിക്കാതിരുന്നപ്പോൾ, മക്കളെ കിട്ടാതിരുന്നപ്പോൾ ഇസഹാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം ചെയ്തെന്ന്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ ഏതു പ്രതിസന്ധി വരുമ്പോഴും കൈ കോർത്ത് പിടിച്ച് രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും നൽകി തരുമെങ്കിൽ, പിശാചിൻ്റെ കോട്ടകൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഇടിക്കപ്പെടുമെങ്കിൽ, പിശാച് നിങ്ങൾക്കെതിരെ പോലും വെല്ലുവിളിയും കൊണ്ടുവരുമ്പോൾ തമ്മിൽ കുറ്റപ്പെടുത്തരുത്, മതിലിന്മേൽ ചിതറിയിരിക്കരുത്. ആ ഭർത്താവും ഭാര്യയും കൈ കോർത്ത് പിടിച്ച് ദൈവത്തിൽ മുട്ടിന്മേൽ നിന്ന് കരയണം, പ്രാർത്ഥിക്കണം. ഒന്ന് കൈയടിച്ച ശക്തിയുടെ സ്തോത്രം പറഞ്ഞാട്ട്. ഏത് പ്രതിസന്ധിയിലും മുട്ടിന്മേൽ നിൽക്കുക, പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. ഇത് തലമുറ പഠിക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമ്മുടെ തലമുറയും പഠിപ്പിക്കണം. എൻ്റെ മമ്മി പ്രതിസന്ധി വന്നപ്പോൾ ഇരുന്ന് കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവൾ പറയണം. എൻ്റെ മമ്മി പ്രാർത്ഥിച്ച് നേടിയത് കണ്ടിട്ടുണ്ടെന്ന് അവൻ പറയണം.
ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. എഴുതിയോ? അതോടൊപ്പം 2, പ്രതിസന്ധികളിൽ ദൈവശബ്ദം കേൾക്കുക. 22-ാം വാക്യം പെട്ടെന്ന് വായിച്ചോ. ആരാ വായിക്കും? തുടർന്ന് നിൽക്കിയപ്പോൾ കണ്ടോ, അവരോട് ചോദിക്കാൻ പോയി വായിക്കേ. അപ്പം ദൈവശബ്ദം അവളോട് പിന്നെ പറഞ്ഞാൽ മതി. അത് കൈവച്ചോണം വായിക്കുന്ന ആളെ. ഹോവ അവളോട്. അപ്പം ദൈവശബ്ദം കേൾക്കണം, ദൈവസന്നിധി ഇരിക്കണം. ഞാനൊരു കാര്യം സഹോദരിമാരോട് പറയട്ടെ, ദൈവശബ്ദം കേൾക്കാൻ പ്രവാചകൻ്റെ അടുക്കൽ പോകേണ്ട കാര്യമില്ല. നീ പ്രാർത്ഥിച്ചാൽ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. അതാദ്യം വിശ്വസിക്കണം. കാരണം ബീമോനച്ചൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പൗലോസിനെ വിളിച്ച ദൈവം, പത്രോസിനെ വിളിച്ച ദൈവം, നിന്നെ വിളിച്ച ദൈവമാണ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നൊരു തെറ്റ് ഞാൻ പറയാം. പണ്ട് ഇച്ചിരി കുറവുണ്ട് ഇവിടെ. നിങ്ങളൊരാളിൻ്റെ അരികിൽ ചെന്ന് ആലോചനയ്ക്കെന്നും പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞേ ഒക്കൂ, അല്ലേ? അപ്പം എന്തായാലും അവർ പറയും. ദൈവത്തോടൊപ്പം ഇരുന്നേ. ദൈവത്തിന് നിങ്ങളോട് ഇത് കുറയ്ക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു വാക്കിലും കഴിയും, 100 വാക്കിലും കഴിയും. കഴുതയിലൂടെയും കഴിയും, കരിങ്കൽ ഭിത്തിയിലൂടെയും കഴിയും. ഞാൻ ഇന്നലെ കണ്ടാണ്ട് പ്രസംഗിച്ചും പറഞ്ഞു, നമ്മൾ ഈ വീട്ടിനകത്ത് നിങ്ങൾക്ക് അനുഭവിച്ച കാര്യം ഞാൻ പറഞ്ഞേ. ഭയങ്കര തീ പോലത്തെ വിഷയങ്ങളും മനസ്സിനെ ഇങ്ങോട്ട് നീറി, ജോലി സംബന്ധമോ വീടോ ഭാരപ്പെട്ടിരിക്കുമ്പം ചങ്കിനകത്തൊരു വലിയ കല്ലെടുത്ത് വെച്ചോലെ നിങ്ങളിരിക്കുമ്പം ഭാരപ്പെട്ട് നിങ്ങൾ ഈ അടുക്കളയോട് നടക്കുമ്പം പെട്ടെന്ന് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ 2 അടി നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അത് തീയെങ്കിൽ മെഴി ഉരുകുന്ന പോലെ ഉരുകി അങ്ങ് പോവും, അല്ലേ? 1.5 മണിക്കൂറത്തെ പ്രസംഗത്തേക്കാൾ ആ പാട്ടിൻ്റെ അടികൾക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ കഴിയില്ല, അല്ലേ? അല്ലെ, പെട്ടെന്നൊരു വേദവാക്യം, ഒരു വാക്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവ് തരില്ലേ? ഞാൻ പണ്ട് മൂവാറ്റുപുഴയ്ക്കൽ പ്രസംഗിക്കാൻ പോവാം. ഞാൻ സിനുവിനോടൊക്കെ പറഞ്ഞു, ഇവിടെ പപ്പായൊക്കെ ഇവിടെ കോതമംഗലത്തിനടുത്തിരിക്കുമ്പോൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോകുന്നത് നിങ്ങൾ ഛർദ്ദിച്ച് ചെല്ലുന്നതൊക്കെ പ്രസംഗിക്കാൻ കഴിയുമോ? ബസ് വളവും തിരിവാണേലും ബസ്സിൽ കയറി മണം അടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും. ഞാൻ ഒരു ബസ്സിൽ കയറി കോട്ടയത്ത് വന്നു, സൂപ്പർ ഫാസ്റ്റ്. ബസ് നിറയെ ആളാണ്, തിങ്ങി നിൽക്കുകയാണ്. എനിക്കിരിക്കണമെന്നുണ്ട്, ഛർദ്ദിക്കാനും വരിക. ഞാനേതോ മനസ്സിന് ഭാരപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ മൂവാറ്റുപുഴ ട്രാൻസ്പോർട്ട് പൊട്ടിപ്പുറം വളം നിൽക്കുമ്പോൾ ബസ് അവിടെ നിന്നു. എന്നോട് കർത്താവ് പറഞ്ഞു പുറത്തോട്ട് നോക്കാൻ. ഞാൻ ഉള്ളിൽ ഇങ്ങനെ വേദനപ്പെട്ടിരിക്കുക. അപ്പോൾ കത്തോലിക്കരുടെ ഒരു പള്ളിയും സ്കൂളും കൂടാ. ഇപ്പോഴും ഞാൻ അത് വഴിയുമ്പോൾ നോക്കും, താഴോട്ടിറങ്ങുമ്പം ആ ഭിത്തിയിലൊരു വാക്യം, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ആ വാക്യത്തിൻ്റെ മനോഹാരിത എത്ര വലുതായിരുന്നറിയാം. ദൈവത്തിന് നിങ്ങളോട് ഏത് സമയവും സംസാരിപ്പാൻ കഴിയും. ദൈവശബ്ദം കേൾക്കുവാനുള്ള കാത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അനുസരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏത് നിമിഷവും ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാൻ കഴിയും. അതിന് ആളെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഞാൻ ഒന്നുകൂടെ ലളിതമായി പറയാം. നീ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയ്ക്ക് ഭാരപ്പെട്ട് ചെന്നിരിക്കുമ്പോൾ അന്ന് പാടുന്ന പാട്ടിലൂടെ ദൈവത്തിന് സംസാരിപ്പാൻ കഴിയും. അതൊന്നും അറിയാതിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയുടെ വായിലെ വാചകത്തിലൂടെ, ക്ഷമ, ഒരു സഹോദരൻ്റെ വായിലെ വാചകത്തിലൂടെ ദൈവത്തിന് നിന്നോട് സംസാരിപ്പാൻ കഴിയും. അന്ന് ദൈവദാസൻ വായിക്കുന്ന സങ്കീർത്തനം നിന്നോടുള്ള ദൂതായിരിക്കും. അന്നത്തെ പ്രബോധനം നിനക്കുള്ളതായിരിക്കും. നിന്റെ വിഷയമൊന്നും അറിയാതെ എവിടെ നിന്നോ വന്നൊരു അതിഥി പ്രസംഗികൻ അന്ന് പ്രസംഗിക്കുന്ന ദൂത് നിനക്കുള്ളതായിരിക്കും. നിനക്കുള്ള ആലോചനയുമായി ആയിരിക്കും ദൈവം തൻ്റെ ദാസനെ അയച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ച് നന്മകൾ നേടുക. 2, പ്രതിസന്ധികളിൽ പറഞ്ഞാട്ടെ ദൈവശബ്ദം കേൾക്കുക. ഇത് ശീലമാക്കണം, മക്കളെ അത് ശീലിപ്പിക്കണം. ഇപ്പോഴായിരുന്നെങ്കിൽ പോയേനെ വലിയ പ്രശ്നം, ഹോസ്പിറ്റലിൽ പോകും, അവർ പറയും അബോട്ട് ചെയ്ത് കളയാൻ, അല്ലേ? അവിടെ ചെന്ന ദൈവശബ്ദം 2 വംശവാ ഉള്ളിൽ. മൂത്തവൻ ഇളയവനെ സേവിക്കും, വാഗ്ദത്തം. അത് ഞാൻ പിന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതോടൊപ്പം 3-മതൊരു കാര്യം ഞാൻ പറയാം, തമ്മിൽ ധൈര്യപ്പെടുത്തുക. പറഞ്ഞാട്ട് അവർക്ക് പറയൂ,
കുടുംബജീവിതത്തിൽ തമ്മിൽ തമ്മിൽ ധൈര്യപ്പെടുത്തണം. തളരുന്ന അവസ്ഥയുണ്ട്, കുഴയുന്ന അവസ്ഥയുണ്ട്, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയുണ്ട്. നിന്നെയും നിൻ്റെ കുടുംബത്തെയും എല്ലാവരും തഴയുന്ന അവസ്ഥ വരും, എല്ലാവരും കൈവിടുന്ന അവസ്ഥ വരും, എല്ലാവരും ഒന്നിച്ച് നിൻ്റെ കുടുംബത്തിൽ നേരെ വിരൽ ചൂണ്ടുന്ന അവസ്ഥ വരും. നിങ്ങൾ തമ്മിൽ അപ്പോൾ ധൈര്യപ്പെടുത്തണം. വലിയ കാറ്റടിക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതായത് ഭാര്യ തളരും, ഭർത്താവ് തളരും. ഏലിയാവ് തളർന്നില്ലേ? ഇത്രയും ശക്തനായ ഏലിയാവ് തളർന്നില്ലേ? ആരും തളരും. ഏത് വലിയ പ്രസംഗിയനും തളരും, പ്രവാചകനും തളരും, പാസ്റ്റർ തളരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നിൻ്റെ പ്രിയപ്പെട്ടവൻ തളർന്നിരിക്കുമ്പം വാക്കുകൊണ്ട് വേദനിപ്പിക്കുക അല്ല പറയേണ്ടത്, അടുത്ത് എന്നിട്ട് പറയണം. അബ്രഹാം ഇസഹാക്കും മോറിയായിലോട്ട് പോകുമ്പം ഇസഹാക്ക് ചോദിച്ചപ്പോൾ തീയുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? അതിന് ഇസഹാക്കിൻ്റെ മറുപടി എന്താ? നീ തന്നെ ആടാ ബലിമൃഗമെന്നാണോ? ഇതല്ല, അബ്രഹാമിന് ഇസഹാക്കിനോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഹോവായിരേ മകനെ, ദൈവം കരുതും. കൈ ഉയർത്തി വാ തുറന്ന് പറ, ഹോവായിരേ. കരമടിച്ച ഇന്ന് രാത്രിയിലത്തെ നിൻ്റെ ഭാരത്തെ നോക്കി പറ, നിന്റെ വേദനയെ നോക്കി പറ, നിന്റെ പ്രശ്നത്തെ നോക്കി പറ, യഹോവയേ ദൈവം കരുതും. ദൈവം കരുതും കുഞ്ഞെ. അച്ചായ വേദനപ്പെട്ടിരിക്കുമ്പോൾ അടുത്ത് എന്നിട്ട് പറയണം, ദൈവം കരുതും അച്ഛാ. അല്ല, ഇയാൾ തന്നെ ഇതിനെല്ലാം കാരണക്കാരൻ താനാ, നിങ്ങൾ ഒരുത്തനാ, നിങ്ങൾ അനുഭവിക്കാതല്ല പറയണ്ടേ. ശരി, ആ പ്രശ്നമൊക്കെ അയാൾ നിമിത്തം ഉണ്ടായതായിരിക്കാം. നമ്മുടെ ദൈവം നമ്മളെ കൈവിടില്ലെന്ന് പറയണം, കരുതുമെന്ന് പറയണം. ഭർത്താക്കന്മാരോടില്ലെങ്കിലും കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിൻ്റെ ഭാര്യ തളരുമ്പം തളരും, ഭർത്താവ് ധൈര്യപ്പെടുത്തണം. എന്താ വിളിക്കുന്നത്? ചെൻ്റെടി, ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം ഇനിയും കൈവിടില്ല. മക്കൾ ക്ഷീണിക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളെ ധൈര്യപ്പെടുത്തണം. മക്കളെ, ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം നമ്മളെ കൈവിടില്ല. അപ്പനും അമ്മയും മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളോട് ഞാൻ പറയാം, അപ്പൻ ക്ഷീണിക്കും, അമ്മ ക്ഷീണിക്കും, നീ പറയണം, പപ്പാ മമ്മി, ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം ഇനിയും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. തമ്മിൽ ധൈര്യപ്പെടുത്തണം. പിന്നെ മക്കളെ ഒരുപോലെ സ്നേഹിക്കുക. 25-27 പെട്ടെന്ന് വായിച്ചാട്ട്. യെസ്. ആ ആ ആ ആ ആ ആ കണ്ടോ, വല്ല കാര്യമുണ്ടോ? അമ്മയ്ക്ക് ഇഞ്ചി പക്ഷേ അപ്പന് കൊഞ്ചു പക്ഷേ. അപ്പം മൂത്തവനെ സ്നേഹിച്ചു. ഇതാ പല വീട്ടിലും പ്രശ്നം. ആ, അമ്മ ഇളയവനെ സ്നേഹിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊന്നും സഭായത്തിൽ പ്രസംഗിക്ക് കിട്ടത്തില്ല. മക്കളെ ഒരുപോലെ സ്നേഹിക്കണം. പിള്ളേർക്ക് തോന്നും അമ്മയ്ക്ക് എന്നോട് സ്നേഹം കുറവാന്നൊക്കെ. വീട്ടിലെ 5 മക്കളുണ്ട്, 5 പേരെ ഒരുപോലെ സ്നേഹിക്കണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രശ്നമായിരുന്നു, ആൺപിള്ളേർക്ക് കൊഴുക്കട്ടയും ഇലയപ്പയും കൊടുക്കും, പെൺപിള്ളേർക്ക് പഴുകഞ്ഞിയും കൊടുക്കും. ഒക്കെ മാറിയപ്പോൾ നിൻ്റെ കുഞ്ഞ് അവഗണിക്കുന്നു എന്ന ചിന്ത വരരുത്. വീട്ടിലെല്ലാവരോടും പറയണം, അവഗണന. അങ്ങനെ എവിടെയും സ്നേഹം കിട്ടുമ്പോൾ അവിടെ പോവും. വീട്ടിൽ സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ്. 2 പേരെ ഒരുപോലെ സ്നേഹിച്ചില്ല. അത് കണ്ടു വളരുന്ന മക്കളും പ്രശ്നമുണ്ടാകും. 2 അഭിപ്രായം പാടില്ല. വിശേഷിച്ച് പിള്ളേരെ വഴക്ക് പറയുമ്പം, കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? ഒറ്റ അഭിപ്രായമായിരിക്കണം പിള്ളേരെ ശാസിപ്പിക്കുമ്പോൾ. അപ്പനൊന്ന് പറയുമ്പോൾ അമ്മ സൈഡ് പിടിക്കുക. ഇവിടൊക്കെ അപ്പനെ ഒറ്റ അഭിപ്രായമായിരിക്കണം. പിന്നെ അടുത്തത്, മക്കളെ ഒരുപോലെ സ്നേഹിക്കുക. 5-മതായി മക്കളെ ഒരുപോലെ അനുഗ്രഹിക്കുക. മക്കൾക്ക് ഒരുപോലെ നന്മ, ഒരുപോലല്ലേ ഇവിടെ മക്കൾ ദൈവം തന്നതല്ലേ. ഇവിടെ എന്താ പറ്റിയത്? ഇസഹാക്ക് മൂത്ത മകനെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നു. 27:1-5 വരെ. അമ്മ അത് അടിച്ചു മാറ്റാൻ തീരുമാനിക്കുന്നു. കണ്ടോ, പക്ഷം തുടങ്ങിയത് അവിടുന്ന്. ഈ ഇസഹാക്ക് പെട്ടെന്ന് വായിച്ച സഹോദരിമാരെ, 27:1 വായിച്ചേ. ആ ആ ആ ആ ആ
മതി, എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പം ഈ പുള്ളിയുടെ ധൃതിയും പറച്ചിലും ഒക്കെ കണ്ടാൽ തോന്നും പുള്ളി ഉടനെ ചാകാൻ പോവാന്ന്. പുള്ളി പറഞ്ഞ അങ്ങനെ ഞാനിപ്പം ചാകുന്ന. പക്ഷെ പുള്ളി ഉടനെ ഒന്നും ചത്തില്ല. 23 വർഷം കൂടെ പുള്ളി ജീവിച്ചിരുന്നു. എത്ര വർഷം? അപ്പം പുള്ളിക്ക് അതൊന്നും അല്ലായിരുന്നു, ഇച്ചിരി നല്ല കാട്ടിറച്ചി തിന്നണമായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? ധൃതി. ഇസഹാക്കിന് ഒട്ടനെ ഏതാണ്ടൊക്കെ സംഭവിക്കുമെന്നും വേണം. സത്യത്തിൽ ഇസഹാക്ക് എൻ്റെ രണ്ടുപേരെയും പിടിച്ച് നിർത്തി അനുഗ്രഹിക്കായിരുന്നു. ഉള്ള അനുഗ്രഹം രണ്ടു കൂടെ കൊടുത്താൽ പോരെ. ഇതേ തെറ്റ് ആര് ചെയ്തു? യാക്കോബ് ചെയ്തു. എന്താ ചെയ്തത്? ഇസഹാക്ക് യോസഫിനെ സ്നേഹിച്ചു, അവനെ അങ്കി ഉണ്ടാക്കി കൊടുത്തു. അത് നിമിത്തം അവന് സ്വസ്ഥത കിട്ടിയോ? ഇല്ല. ഒരു അങ്കി ഉണ്ടാക്കി കൊടുത്ത നിമിത്തം എന്തെല്ലാം അയാൾ അവൻ സഹിച്ചു. പാർഷ്യാലിറ്റി പാടില്ല. ഒരു വിധത്തിലും വീട്ടിൽ പാർഷ്യാലിറ്റി പാടില്ല. മകനെ കൗശലം പഠിപ്പിക്കുന്നു അമ്മ. 27 നമ്മൾ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ വേഗത്തിൽ വിടുക. ഇത് കേട്ട് ഒളിച്ച് നിന്ന് കേട്ടിട്ട് അമ്മ പറഞ്ഞു, ഇളയവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി ഒരാടിനെ പിടിച്ചുകൊണ്ട് പോവാ. ഞാൻ അപ്പന് നല്ല അപ്പൻ്റെ ടേസ്റ്റ് അറിയാവുന്ന അമ്മയ്ക്കല്ലേ, ഞാൻ ശരിക്കൊരു മട്ടൻ കറി വെച്ച് തരാം, അപ്പൻ്റെ കൊണ്ട് കൂടെ പണി. കൊച്ചൻ എല്ലാം നിങ്ങൾക്ക് അറിയാം, വീട്ടിൽ പോയി വായിക്കണേ. കൊച്ചൻ പറഞ്ഞു, അതേ അവന് രോമമുള്ളവനാ, എനിക്ക് രോമമില്ല. അപ്പൻ തിരിച്ചറിഞ്ഞിട്ട് അപ്പൻ ചിലപ്പം ശപിക്കും. ഉടനെ ഈ സഹോദരി പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം, വെറുതെ വാക്കുകൾ വിളിച്ച് പറയരുത്. വായിച്ചേ 27:41. അവൻ്റെ അമ്മ അവനോട്, മകനെ നിൻ്റെ ശാപം വാക്കുകൾ സൂക്ഷിക്കണം. വീട്ടിൽ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. അവൻ്റെ ശാപം എൻ്റെ മേൽ. ഇതേ യാക്കോബ് ഒരിക്കലൊരു വാക്ക് പറഞ്ഞു. എന്തെന്നറിയാമോ? ലാബാൻ വന്നപ്പം പറഞ്ഞു, നിൻ്റെ ഗ്രഹവമ്പൊന്നും ഞങ്ങളുടെ ഇല്ല, അതാരുടെയിലുണ്ടാലും ഉണ്ടെങ്കിൽ പറഞ്ഞേ അവൾ മരിക്കണം. പുള്ളി അറിയാതെ പറഞ്ഞതാ. അയ്യോ, ബേത്ലഹേം പ്രാർത്ഥനയിലെത്തുവാൻ 40 ദിവസം ദൂരമുള്ളപ്പോൾ റാഹേൽ മരിച്ചു. നീ കരഞ്ഞു പ്രാർത്ഥിച്ചത് നിന്റെ നാവ് കൊണ്ട് കളയരുത്. സ്തോത്രം. വായു വരുന്ന എല്ലാം വിളിച്ച് പറയരുത്. അമ്മ പറഞ്ഞു, അവൻ്റെ ശാപം എൻ്റെ മേൽ വരട്ടെ, അപ്പൻ്റെ ശാപം എൻ്റെ മേൽ വരട്ടെ. അമ്മ കളിപ്പീര് പഠിപ്പിച്ചു, രോമം എടുത്തു വെച്ചു. അവനവിടെ ചെന്ന് അപ്പം തപ്പി നോക്കിയപ്പം, ഞാൻ പറഞ്ഞ സമയം പോയി, തപ്പി നോക്കിയപ്പം പറഞ്ഞു, ദേഹം ആരുടെ കൂട്ട് പറഞ്ഞാട്ടെ സഹോദരൻ, ആരുടെ കൂട്ടാ? ഏകവേശാവിൻ്റെ. ശബ്ദം ആരുടെയാ? ഇങ്ങനത്തെ ഒത്തിരി എണ്ണം ആത്മീയ ലോകത്തിലും ഉണ്ട്. ദേഹം ഏശാവിൻ്റെ, ശബ്ദം യാക്കോവിൻ്റെ. ശബ്ദം കേട്ടാൽ ആത്മീയൻ, പ്രവൃത്തി കണ്ടാൽ ജഡീയൻ. സ്തോത്രം. അപ്പം തപ്പി നോക്കി. ഉടനെ അവൻ പറഞ്ഞൊരു കള്ളം കേൾക്കണോ? നിൻ്റെ ദൈവമായ യഹോവ എനിക്ക് നേർക്ക് വരുത്തി തന്നെന്ന് ഉണ്ടോ? കൗശലം പഠിപ്പിച്ചു, കൗശലങ്ങളായി. പണ്ട് ന്യൂസിലാൻഡിലെ ഒരു പ്ലെയിനും ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനും ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനും, എന്നെ നോക്കിയേ, ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരിയും ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരനും ഒരേ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചു. ന്യൂയോർക്കിൽ നിന്ന് ന്യൂസിലാൻഡിലേക്കുള്ള യാത്രയിൽ ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരി ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ്റെ പോക്കറ്റടിച്ചു. ഈ സഹോദരിമാർ ചിലരൊക്കെ പ്രാഗൽഭ്യം തെളിച്ചാൽ പിന്നെ സൂപ്പറാ, പോക്കറ്റടിച്ചു. അപ്പോൾ ഇയാൾക്ക് അതിശയമായി ഇതാരാണെന്നുള്ളത്. കണ്ടെത്തിയപ്പോൾ ഒരു അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവർ തമ്മിൽ കല്യാണം കഴിച്ചു. ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞിൻ്റെ കൈ നിവരുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഒരു വിധത്തിൽ നോക്കിയപ്പം കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണ ലോക്കറ്റാ. പ്രസവം എടുത്ത ഡോക്ടറുടെ ലോക്കറ്റ് ഈ കൊച്ചു പോക്കറ്റ് അടിച്ചു. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ്റെയും ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരിയുടെയും കുഞ്ഞ് ജനിച്ചപ്പോഴേ പോക്കറ്റടി തുടങ്ങിയെന്ന്. കൗശലം പഠിപ്പിക്കരുത്. ഈ അമ്മ പറഞ്ഞു, ശാപം എൻ്റെ മേൽ വരട്ടെ. ആ അമ്മയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? മൂത്ത മകൻ ശത്രു, ഇളയ മകൻ ഓടിപ്പോയി.
20 വർഷം കഴിഞ്ഞാണ് യാക്കോബ് തിരികെ വരുന്നത്. 24 വർഷം. ആ അമ്മയ്ക്ക് നന്മയൊന്നും കാണാൻ കഴിഞ്ഞില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നേരോട് ജീവിക്കുന്നവർക്ക് നന്മയൊന്നും മുടക്കില്ല. നേരോട് നടക്കുക, നന്മ മുടക്കുകയില്ല. നേരോട് നടക്കുക, തലമുറ അനുഗ്രഹിക്കപ്പെടും. നേരുള്ളവർക്ക് വീട്ടിൽ വെളിച്ചമുദിക്കും. നേരുള്ളവൻ മുടിഞ്ഞു പോകുകയില്ല. നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു. നേരായി നടക്കുന്ന നിർഭയനാകുന്നു. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ എന്താണ് ഇവർക്ക് പറ്റിയ തെറ്റ്? അമ്മയുടെ ധൃതി, അപ്പൻ്റെ ധൃതി. 25-22 ഒന്നുകൂടെ വായിച്ചു. ദൈവം ഓൾറെഡി എന്തു പറഞ്ഞിരുന്നു റാഹേലിനോട്? യെസ്. യെസ്. ദൈവം തമ്പുരാൻ എന്തോ പറഞ്ഞിരുന്നു റാഹേലിനോട്? മൂത്തവൻ ഇളയവനെ, ഇളയവൻ അനുഗ്രഹിക്കപ്പെടും എങ്ങനെ പോയാലും. ദൈവീയ വാഗ്ദത്തത്തിൽ നീ സംശയിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ ധൃതി കാണിക്കണ്ട. കർത്താവ് പരിശുദ്ധാത്മാ പറയാ, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ദൈവിക വാഗ്ദത്തം നിൻ്റെ മേൽ, നിൻ്റെ തലമുറ മേൽ ഉണ്ടെങ്കിൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. നിൻ്റെ തലമുറയോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? നീ അത് കണ്ടിരിക്കും. കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിൻ്റെ തലമുറ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് നീ അത് കണ്ടിരിക്കും. അവൻ സ്റ്റേജിൽ നിന്നിരിക്കും. ശക്തിയോടെ കൈകൾ അടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുക. ദൈവമേ, അവൻ തന്റെ നാമത്തിന് മീതെ തന്റെ വാഗ്ദാനം നിവർത്തിക്കുന്നു. വാഗ്ദത്തം നിവർത്തിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടും. ദൈവം നിന്നോട് വാക്കു പറഞ്ഞെങ്കിൽ ഇപ്പോൾ അതിനെതിരായി, ഇന്ന് രാവിലെ രാത്രി ആരൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ചിലതൊക്കെ എതിരായിട്ടായിരിക്കും നീ കാണുന്നതെങ്കിലും വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. ഇപ്പോൾ ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നില്ലായിരിക്കാം, ഇരുട്ടായിരിക്കാം കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കാറ്റ് കടന്നിയെന്ന് ആ അന്ധകാരത്തെ നീക്കും. ഓ ഷറഖന സംതന, ആ മേഘത്തെ മാറ്റിക്കളയോ. അബാന ശംദന റിഗല ഹസുന റിയന ഉഡമ റിഗുന ഹതുന റിഗല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരമ്യാവിനെ വെച്ച്, ഇരമ്യാവെ നീ എന്ത് കാണുന്നു? ഇരമ്യാവ് പറഞ്ഞു, ബഥാം വൃക്ഷത്തിൻ്റെ കൊമ്പ് ഞാൻ കാണുന്നു, ജാഗ്രതാ വൃക്ഷത്തിൻ്റെ കൊമ്പ് ഞാൻ കാണുന്നു. ഉടനെ തമ്പുരാൻ പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ, നീ കണ്ടത് ശരി തന്നെ. എൻ്റെ വാഗ്ദത്തം നിറവേറുവാൻ ഞാൻ ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് വന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നാളുകളായി ഞാൻ കരയുന്നു, നാളുകളായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോടുള്ള വാഗ്ദത്തം എവിടെ? എൻ്റെ തലമുറയുള്ള വാഗ്ദത്തം എവിടെ? സഭയോടുള്ള വാഗ്ദത്തം എവിടെയെന്ന് നീ ചോദിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, നീ കണ്ടത് ശരി തന്നെ, നീ കണ്ടത് ശരി തന്നെ. എൻ്റെ വാഗ്ദത്തം നിറവേറുവാൻ ഞാൻ ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു. നിന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞെങ്കിൽ നീ മറന്നാലും എൻ്റെ ദൈവം മറക്കില്ല. ദൈവത്തിന് പിന്നെ ധൃതിയാകും. പ്രിയപ്പെട്ടവരെ, നേരോട് ജീവിക്കാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും തമ്മിൽ പോയി. ഭർത്താക്കന്മാർക്ക് തുണയായിരിക്കുക, മക്കൾക്ക് മാതൃകയായിരിക്കുക, പ്രാർത്ഥിക്കുക, അവർക്കായി കരയുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സം ഓഫ് മെനി ടിയേഴ്സ് കനോട്ട് ബി ലോസ്റ്റ്. വളരെ കണ്ണിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും, മക്കളെ അപ്പം കരയുന്നോ അമ്മൻ കരയുന്നവളാണോ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ദൈവസന്നിധിയിൽ. ദൈവം നിന്നെ മടക്കിക്കൊണ്ടു. ഒരു സംഭവം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഇത് മാക്സിൽ വന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ ഒരേ ഒരു പയ്യൻ, ഒരു വീട്ടിലെ, അവന് കൂട്ടുകെട്ട് നിമിത്തം ആശുവില്ലാത്ത കൂട്ടുകെട്ടിലൊക്കെ പോയി. ഒരിക്കൽ അവൻ ചീട്ട് കളിച്ചു, പണമെല്ലാം നഷ്ടപ്പെട്ടു, ഒരുത്തനെ കുത്തിക്കൊന്നിട്ട് രക്തം മുട കടാരയുമായി വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൊലപാതകം ചെയ്ത് ഓടി വന്നേക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോകാമെന്ന് പറഞ്ഞാൽ രാത്രിയിൽ അവൻ എവിടെക്കൂടെയൊക്കെയോ കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു. 18 വർഷമായി ഈ അമ്മയും അപ്പനും അവനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ അമ്മയുടെ കണ്ണുനീര് മുഴുവൻ ഇതായിരുന്നു, അമ്മ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇനി അവനെ കാണാനൊക്കെ തോന്നില്ല.
പക്ഷെ ഒരു കൊലപാതകനായി നരകത്തിൽ പോകാതെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപം കഴുകപ്പെട്ട് അവൻ സ്വർഗത്തിലെത്തണം. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നാളുകളായി. ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് വലിയ ലോകപ്രശസ്തനായ ഒരു സുവിശേഷകൻ, പ്രസംഗികൻ ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കാൻ പോയി. അദ്ദേഹം ഒരു ഓഡിറ്റോറിയത്തിൽ വലിയ യോഗത്തോട് പ്രസംഗിച്ചിട്ട് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ്. ഈ അമ്മ താമസിക്കുന്ന വീടിൻ്റെ വാതിലൂടെ ഈ കാറ് പോവുകയാണ്. മറ്റൊരാൾ കാർ ഓടിക്കുകയാണ്, ഡ്രൈവർ. ഈ വാതിക്കൽ ചെന്നപ്പോൾ ഈ കാർ ബ്രേക്ക് ഡൗണായി. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഓടിപ്പോകുന്ന ചിലതിനെ കൂടെ പിടിച്ചു നിർത്താൻ ദൈവത്തിന് കഴിയും. എന്തെല്ലാം നോക്കിയിട്ട് കാർ സ്റ്റാർട്ടായില്ല. ഡ്രൈവർ പറഞ്ഞു, ആ വെട്ടം കണ്ട വീട്ടിൽ അങ്ങിരിക്കൂ, ഞാൻ കാർ റെഡിയാക്കി വരാം. ഇവർ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. കഥ തുറന്നപ്പോൾ ഒരു അമ്മച്ചി ഇറങ്ങി വന്നു. കരഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തലയിൽ തുണിയുണ്ട്. അവിടെ മിഷണറി അവിടെ കയറ്റിയിരുത്തി. പാസ് പരിചയപ്പെട്ടു. കാറ് നന്നാക്കാൻ അയാൾ പോയി. ഈ ദൈവദാസനോട് വീട്ടിലെ കാര്യമെല്ലാം ചോദിച്ചു. മക്കളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒറ്റ മോനേ ഉള്ളൂ, 18 വർഷം മുമ്പ് കൊലപാതകം ഇറങ്ങി ഓടി. ജീവനോടുണ്ടോ എന്ന് അറിഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മോനെ ജീവനോട് കാണാൻ കഴിയില്ലേലും സ്വർഗത്തിൽ കാണണം. കുറച്ച് നേരം കഴിയുമ്പോൾ കാറ് നന്നാക്കി വന്നു. വീട്ടിൽ കയറി ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം ഈ അമ്മ കയ്യെ കയറി പിടിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞു, പാസ്റ്റർ, ഞാനിതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ മോനെ നിത്യതയിൽ കാണാനാ. എന്നാൽ ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങ് ലോകം മുഴുവൻ പോകുന്ന ഒരാളാണ്. ഞങ്ങളുടെ മകൻ ജീവനോടുണ്ടെങ്കിൽ ലോകത്തെവിടെയെങ്കിലും അങ്ങ് പ്രസംഗിക്കുമ്പോൾ അങ്ങയുടെ പ്രസംഗത്തിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ എൻ്റെ മകനെ കൊണ്ടെത്തിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. വിശ്വാസം കണ്ടോ? ദൈവം പ്രവർത്തിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. വാക്ക് പറഞ്ഞിട്ട് പോയി. 8 വർഷം കൂടെ പോയി. നൈജീരിയ എന്ന സ്ഥലത്ത് ഈ ദൈവദാസൻ വലിയൊരു ക്രൂസൈഡ് നടത്തുകയാണ്. വലിയ ഓഡിറ്റോറിയം, 10,000. ഇംഗ്ലണ്ടിലൊക്കെ എങ്ങനെ ഉണ്ട്? ബെൻഹിൻ്റെയൊക്കെ മീറ്റിങ്ങിന് 50,000 കൂടുന്ന വലിയ ഇതുണ്ട്. ഞാനും അതിൽ ഒരിക്കൽ സംബന്ധിച്ച. അതിനു മുമ്പ് ഒരു സുവിശേഷ റാലിയുണ്ട്. ആ സുവിശേഷ റാലിയെ ടൗണിലൂടെ പോകുമ്പോൾ മദ്യപിച്ച് മതോന്മത്തനായി ജംഗ്ഷനിൽ നിന്നൊരു മധ്യവയസ്കന് തോന്നി ഈ റാലിയോടൊപ്പം കൂടണമെന്ന്. അവൻ കൂടി. ആ റാലി ഇങ്ങനെ ഓഡിറ്റോറിയത്തിൽ ചെന്ന് ഓഡിറ്റോറിയം തിങ്ങി നിറഞ്ഞു. അവൻ പുറകെ വന്ന് നോക്കി, അവിടെ എങ്ങും കസേരയില്ല, ഒരു കസേരയും കാലിയില്ല. എന്നെ ദൈവത്തിന് വേണ്ട എന്ന് പറഞ്ഞവൻ ഇറങ്ങി നടക്കുമ്പോൾ ഒരു കരവനെ കയറി പിടിച്ചു. ആ കരവനെ അകത്തേക്ക് തള്ളുന്നതായി തോന്നി. നേരെ ഫ്രണ്ടിൽ വന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതുപോലെയല്ല കസേര ഇടുന്നത്, ഇതുപോലെ ഫ്രണ്ടിലാണ്. ഫ്രണ്ട് നിരയില പ്രസംഗികനും 2 കസേര കാണും, പ്രസംഗികനും മെയിൻ പാസ്റ്ററും ഇരിക്കുന്നത്. ഇതുപോലൊരു കസേര ഒഴിഞ്ഞും കിടപ്പുണ്ടായിരുന്നു, ഈ കാണുന്ന പോലെ. അത് ആ പ്രാസംഗികൻ്റെ കസേരയായിരുന്നു. വേറെ ഒരു കസേര ഇല്ലാഞ്ഞതുകൊണ്ട് അവൻ അവിടെ ഇരുന്നിട്ട് ആരും എഴുന്നേൽപ്പിച്ചില്ല. അവനോട് ഇരുന്നു, മെസ്സേജ് നൽകി. അനേകം രക്ഷിക്കപ്പെട്ടു, ഹൃദയം സമർപ്പിച്ചു. ഇവനും എഴുന്നേറ്റു, യേശുവിനായി സമർപ്പിച്ചു. ലോക്കൽ പാസ്റ്റർ ഈ ദൈവദാസൻ എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റു. ആ കസേരയിൽ പ്രസംഗിയിരുന്നു. ഇപ്പുറത്ത് ഇവനിരിക്കുക. ദൈവദാസൻ അവൻ്റെ ചെവി ചോദിച്ചു, നീ എവിടുത്തുകാരനാണ്? അവൻ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തുകാരനാണ്. ഇന്നേക്ക് 26 വർഷം മുമ്പ് ഒരു കൊലപാതകം ചെയ്തിറങ്ങി ഓടിയവനാണ്. എൻ്റെ അപ്പനും അമ്മയും ജീവനോടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും പറഞ്ഞപ്പോഴത്തേന് പാസ്റ്റർ ചാടി എന്നിട്ട് ലോക്കൽ പാസ്റ്റർ പറഞ്ഞ്, ആസ്വാദം പറഞ്ഞ് നിർത്തണം. മൈക്ക് കയ്യിലെടുത്ത് അദ്ദേഹം കണ്ടമിടറി പറഞ്ഞു, 26 വർഷത്തെ ഒരു തള്ളയുടെ കണ്ണുനീരിന് ദൈവം ഇന്ന് മറുപടി കൊടുത്തിരിക്കുന്നു. സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഇംഗ്ലണ്ടിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയത് പറഞ്ഞു. വീട്ടിൽ കയറിയത് പറഞ്ഞു. എന്നിട്ട് ആ ദൈവദാസൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ ലോകത്തെവിടെങ്കിലും പ്രസംഗിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മകനെ കൊണ്ടിരുത്താൻ പ്രാർത്ഥിക്കാമെന്ന. എന്നാൽ ഞാൻ പ്രസംഗിച്ച ഓഡിയൻസിൻ്റെ ഇടയിലല്ല, ഞാനിരുന്ന കസേരയിൽ തന്നെ. ഞാനിരുന്ന കസേരയിൽ തന്നെ ദൈവനെ കൊണ്ടിരുത്തി. നിന്റെ ദൈവം സർവശക്തനാണ്. പ്രയർ മേക്സ് ഇമ്പോസിബിൾ തിങ്സ് ടു പോസിബിൾ. അനേക മാതാക്കളുടെ കണ്ണുനീരാ ദേശത്തെ കുലുക്കിയത്, അഭിഷക്തരെ വാർത്തെടുത്തത്. എൻ്റെ അമ്മ, ഞാൻ ഏത് പ്രസംഗം എടുത്തിരുന്നാലും എനിക്ക് വേണ്ടി കരയുമായിരുന്നു. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച് പറഞ്ഞില്ലേ, എൻ്റെ അമ്മ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് അമേരിക്കയിൽ ഏറ്റവും വലിയ കോൺഫറൻസ് ഞാൻ പ്രസംഗിക്കുമ്പോഴാണ്. എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് നിങ്ങളറിയുന്ന, മലയാളികൾ അറിയുന്നൊരു സുവിശേഷകനാണ് എന്നെ മാറ്റിയത്. എൻ്റെ അമ്മ മാറിയപ്പോൾ ആ സ്ഥാനം എൻ്റെ വൈഫ് ഏറ്റെടുത്തു.
അത്രയും യോഗങ്ങൾ ഞാൻ പ്രസംഗിച്ചു. എവിടെയെങ്കിലും എൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞു. പക്ഷേ പ്രതിഫലം അവക്കൂടുള്ളതാണ്. എഴുന്നേറ്റ് നിൽക്കൂ, എനിക്ക് ഓടിപ്പോകണം, അടുത്ത മീറ്റിംഗ് ഉണ്ട്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിൻ്റെ കണ്ണുനീര് വൃഥാവല്ല. തലമുറയ്ക്ക് വേണ്ടി കരയുക. അവിടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുഴകത്തുന്നു. അവിടെ ഭർത്താവ് പ്രശംസിക്കപ്പെടുന്നു. നിൻ്റെ തലമുറ ഭാഗ്യവതിയും നിന്നെ പുകഴ്ത്തണം. നമ്മുടെ ദൈവം ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ്. വലിയ ഉത്തരവാദിത്തമാണ്. ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്തം ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നും നീ എനിക്ക് തന്ന ഒന്നും നഷ്ടപ്പെട്ടില്ല. ഇതാ ഞാനും എൻ്റെ മക്കളെന്ന് പറഞ്ഞ് ദൈവസം നിൽക്കണം. ഒരെണ്ണം പോലും പിശാച് അപകരിച്ചുകൊണ്ട് പോകരുത്. ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. നേരം പോയി. നമ്മെ നമ്മുടെ തലമുറയെ സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബജീവിതം ധന്യമാകട്ടെ. അവരുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ പ്രിയതവന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മാതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഇവിടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. തലമുറകൾ എവിടെയൊക്കെയാണ് അവിടെ എല്ലാം ദൈവശക്തി വ്യാപരിക്കട്ടെ. നിൻ്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കൈകൾ അടിച്ച് അന്യഭാഷയിൽ ശക്തിയോടെ അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.